രേണുസുതിയെ പറ്റിയിട്ട് വീഡിയോ ഇനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. കാരണം എന്തിനാ ചുമ്മാ ഇവളെ പോലെയുള്ള അപരാധികൾക്കൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം എന്നിട്ട് ഇവളൊക്കെ വന്നിട്ട് പറയും ഇവളെയൊക്കെ വെച്ച് ഞങ്ങളെ പോലത്തുള്ള ടീമുകളാണ് റീച്ച് ഉണ്ടാക്കുന്നതെന്ന് ഇവളുമാർ പറയും. അപ്പം അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയോടുകൂടി ഞാൻ നിർത്തിയാണ് രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോണ്ടൻറ്റ് ചെയ്യേക്കുമെന്ന്. കാരണം ഇവൾ റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ തോന്നിവാസങ്ങളൊക്കെ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്. ഞാനിപ്പം കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഒരാളുടെ ഒരു പോസ്റ്റ് കണ്ടു. അപ്പോൾ പോസ്റ്റിനകത്ത് അതിലൂടെയാണ് ഞാൻ പിന്നെ സൈഡിലോട്ടേ ഞാൻ പോയിട്ടില്ല. എന്താണ് സംഭവം, എന്തെങ്കിലുമൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അനന്തു KR എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്, 49 രൂപയ്ക്ക് തുടങ്ങിയ ഇൻസ്റ്റാ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ 190 രൂപ ആക്കിയിട്ടുണ്ട് രേണു ചേച്ചി. 555 പേരുമുണ്ട് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ. എന്തൊരു വിഡ്ഢികളാണ് മലയാളികളെ, നിങ്ങൾ എന്തൊരു വിഡ്ഢികളാണ്. നാണമില്ല നിങ്ങൾക്ക് ഇതേപോലുള്ള കൂതറകളെ പോലെ. ഒരു ഹസ്ബൻഡ് മരിച്ച് ആ ഹസ്ബൻഡിനെ വിറ്റ് തിന്നുന്ന ഒരു ഫ്രോഡാണെന്ന് ഞാൻ പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രേണുസുതി ഫ്രോഡാണെന്ന് പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പം സബ്സ്ക്രിപ്ഷനൊക്കെ എനിക്ക് ഒന്ന് ഇൻസ്റ്റയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാനും ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ ഓപ്പൺ ആക്കി. 10-600 ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് അതിനകത്തുണ്ട്. ആരാണ് ഇതൊക്കെ പൈസ കൊടുത്ത് 200 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന വിഡ്ഢികളെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിഡ്ഢികൾ അല്ലെങ്കിൽ എന്ത് കാണാൻ നിങ്ങൾ ആലോചിക്കണം. അതിനകത്തിട്ട വീഡിയോക്കകത്ത് തന്നെ ഉണ്ട് എക്സ്ക്ലൂസീവ് കണ്ടൻറ്റൊക്കെ തരുമെന്ന്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. ഇവർക്ക് പൈസ. കൊല്ലം സുധി എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ടവനെ ഈ ഗതിയിൽ എത്തിച്ചതേ ഇവരാണ്. അപ്പം സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ 555 പേരുമുണ്ട്. അതായത് എങ്ങനെ പോയാലും 600K 60,000 രൂപയാണ് ഇവർക്ക് മാസം ഈ വിഡ്ഢികളായ മലയാളികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നാണം ഉണ്ടോടാ വിഡ്ഢികളെ നിനക്കൊക്കെ. ചിലപ്പം എനിക്ക് തോന്നുന്നു കുറേ പെണ്ണുങ്ങളുണ്ട് ഈ രേണുസുതി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ വിവരദോഷികളായിട്ടുള്ള പെണ്ണുങ്ങൾ. സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ വിറ്റ കാശാണ് രേണുസുതിയുടെ കയ്യിലിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്തോണ്ട്. നാണമില്ലേ വിഡ്ഢികളെ നിങ്ങൾക്കൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വെച്ചേക്കാനെ കൊണ്ട്. കാരണം അവർ നിങ്ങളെ വിറ്റാണ് കാശുണ്ടാക്കി ജീവിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. കൊല്ലം സുധിയെ വിറ്റ് അവസാനം കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി ജനങ്ങളെയും വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവർക്ക് ആവശ്യം പോലെ പൈസ ഇപ്പം കൈ വന്ന് കയറുന്നുണ്ട്. അപ്പം പൈസയോടുള്ള ആർത്തി ഇങ്ങനെ കൂടി ഇവർക്ക് മുഴുത്ത വട്ടായിരിക്കുകയാണ്. ഇവർക്ക് 60,000 രൂപ ഇപ്പം മാസം ഇവർക്ക് സബ്സ്ക്രിപ്ഷനിലൂടെ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഇവർക്ക് ആർട്ട് ഷൂട്ട് കിട്ടുന്നുണ്ട്, മറ്റേത് കിട്ടുന്നുണ്ട്, മറിച്ച് കിട്ടുന്നുണ്ട്. നമുക്കറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ കടന്നു കളിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അപ്പോൾ 60,000 രൂപ ഈ മാസം സബ്സ്ക്രിപ്ഷൻ വഴി ചേച്ചിക്ക് കിട്ടും. ഒടുവിൽ ചേച്ചിയും ഇൻസ്റ്റയിൽ ഈസി മണി വഴി തന്നെ തിരഞ്ഞെടുക്കുന്നു. ആണോ ഉളുപ്പോ ഉണ്ടോ നോക്കണം. അല്ല, പൈസ തന്നെയാണല്ലോ പ്രധാനം. BTW സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ ആ സുധിയുടെ പടമായിരുന്നു പ്രൊഫൈൽ പിക്ചർ കിടന്നത്. അത് ശരിയാണ്, ഞാനും കണ്ടായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ആദ്യമേ സുധിയുടെ ഈ അക്കൗണ്ട് തന്നെ കൊല്ലം സുധിയുടെ പേരിലായിരുന്നു ഈ അക്കൗണ്ട്. പിന്നെ നൈസായിട്ട് അത് രേണുസുതിയാക്കി. അങ്ങനെയാണ് കൊല്ലം സുധിയുടെ അക്കൗണ്ടായിരുന്നു, അത് രേണുസുതിയാക്കി. പിന്നെ അതിനകത്ത് മുമ്പ് കിടന്ന പോസ്റ്റുകളെല്ലാം ഇവർ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ഒന്നും ഇപ്പം 300K പുറത്തെങ്ങാണ്ട ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അത്രയും ആളുകളൊന്നും ഇവരെ ഫോളോ ചെയ്തിട്ടില്ല. അത്രയും വിഡ്ഢികൾ കേരളത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. BTW സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ ആ സുധിയുടെ പടമായിരുന്നു പ്രൊഫൈൽ പിക്ചറിൽ കിടന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ട്രോളാനും വിമർശനങ്ങൾ വന്നതുകൊണ്ടാകാം. എനിവേസ് കൺഗ്രാറ്റ്സ് രേണു. അപ്പോൾ ഈ പോസ്റ്റ് കണ്ടപ്പോഴായിട്ടാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത്. സത്യം പറഞ്ഞാൽ നാണോ ഉളുപ്പും ഉണ്ടോ എന്ന് നോക്കണം. കണ്ടില്ലേ, ഇപ്പം അവർ സുധിയുടെ ഫോട്ടോ 24 മണിക്കൂറും കൊല്ലം സുധി എന്ന് പറഞ്ഞ് നടന്നിരുന്ന രേണുസുതി ബിഗ് ബോസിൽ പോയിട്ട് നമ്മൾ കണ്ടതാണ്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചെയ്തതാണ്. ബിഗ് ബോസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒപ്പീനിയനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഇത് എടുത്തിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് രേണുവിൻ്റെ കാര്യം. ബിഗ് ബോസിൽ പോയിട്ട് ഇവർ കാട്ടിക്കൂട്ടിയതും ബിഗ് ബോസിൽ കാല് കുത്തുമ്പോൾ തന്നെ ഇവർ എന്താണ് പറഞ്ഞത്, എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നതാണ് പറഞ്ഞത് അല്ലേ. 24 മണിക്കൂറും ഊണിലും ഉറക്കത്തിലും എല്ലാം ഈ പറഞ്ഞിട്ടുള്ള സുധി എന്ന് പറഞ്ഞ് നടന്ന ഇവർ അടുത്ത എക്സ്ക്ലൂസീവ് കണ്ടന്റിന് വേണ്ടിയിട്ട് കൊല്ലം സുധിയുടെ DP വരെ മാറ്റിയിരിക്കുന്നു. എന്താ അല്ലേ. എന്നിട്ട് ഞാൻ ഇവരെ 1-2 ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചുതരാം. നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ ഇവർ പറയുന്നത്.
ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച് രേണുസുതി. ഇപ്പം സബ്ബൊക്കെ തുടങ്ങിയെന്ന് പറയുന്നതായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറേ നാൾ മുന്നേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓർത്താണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാലോ, എനിക്കിങ്ങനെ മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പിന്നെ ദുബായ് ബേഗറിന് അങ്ങനെ ഓട്ടമായതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ തുടങ്ങി. സന്തോഷം എന്ന് പറയട്ടെ, നല്ല കുറെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വന്നു. ഞാൻ ഫസ്റ്റ് 45 ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പൊ 180 ആക്കിയത്. എന്തായാലും സബ് ഉണ്ടോ? എത്ര സബ്ബായി? എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറില്ല. രാവിലെ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പോഴത്തേന്. തോന്നുന്നു ഇപ്പൊ 400 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും സന്തോഷം. അതെന്ന് വെച്ചാല് അതിന് കുറെ വിമർശനങ്ങളും കുറെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്ക സെലിബ്രിറ്റീസിനും സബ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും അവര് സബ് ചെയ്തെന്ന് അവർക്കും പിന്നെ അവരുടെ സബ് ചെയ്ത ആൾക്കാർ ഇത് ചെയ്ത ആൾക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എനിക്കൊന്നും അറിയാവുള്ളൂ തോന്നുന്നു. പക്ഷെ ഇത് രേണുസുതി ഒരു സബ് ചെയ്തപ്പോഴത്തേന് അവൾ ഓഗസ്റ്റ് നെഗറ്റീവ് പറയുന്ന കുറെ, ഞാൻ പേര് പറയുന്നില്ല, അവരെ പേര് പറഞ്ഞാൽ വീണ്ടും റീച്ച് ആക്കുന്നില്ല. സോ അവരെല്ലാം കൂടെ എടുത്തിട്ടൊക്കെ കൊടയുവാണ്. എനിക്ക് മാത്രം ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു കാര്യം, ഇവരാരും എന്നെ എല്ലാ മാസവും കൊണ്ട് ഇവർ കൊണ്ട് പൈസ തരട്ടെ. നമ്മളെല്ലാരും ജീവിക്കുന്ന പണം ഉണ്ടാക്കാനാണല്ലോ. എന്ന് പറഞ്ഞാൽ പണം മാത്രം ഉണ്ടാക്കാനല്ല, നമുക്ക് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തിലും അടിസ്ഥാനം പണമാണ്, പൈസയാണ്. അപ്പം ഏത് മാർഗേന എന്നല്ല, നമ്മൾ നല്ല കാര്യങ്ങളിലൂടെ തന്നെ. ഇപ്പൊ എനിക്കത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്ക സെലിബ്രിറ്റീസും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതുമാണ്, അവർ പൈസ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എന്തായാലും ഞാൻ വലിയ സംഭവം ആവുന്നൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ചെയ്തു. ഇത് ഒരുപാട് ആള് വരുമെന്ന് ഒന്നും ഉണ്ടല്ലോ. ഇപ്പോൾ ആവശ്യത്തിന് അധികം നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. മാസം സബ്സ്ക്രിപ്ഷനിലൂടെ ഇപ്പം 10-600 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്ക് തന്നെ 10,000 രൂപ നിങ്ങളുടെ കയ്യിലായി. ഇനിയും വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ, ഇനിയും വിഡ്ഢികളായിട്ടുള്ള സ്ത്രീകൾ നിങ്ങളെ പേക്കൂത്ത് കാണാനെ കൊണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മാസം എങ്ങനെ പോയാലും ഒരു 1,00,000 രൂപ സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് വരുന്ന ആർട്ട് ഷൂട്ടുകൾ, ഷോർട്ട് ഫിലിമുകൾ, അങ്ങനെയുള്ള കുറേ അപരാധങ്ങൾ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാം, നിങ്ങളെ വിശ്വസിച്ച് ഈ പറഞ്ഞിട്ടുള്ള കൊല്ലം സുധിക്ക് കടം കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും പൈസ കടം കൊടുക്കാനെ കൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ആ മേടിച്ച പൈസ കുറച്ചെങ്കിലും ഉളുപ്പും നാണവും മാനവും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ പൈസ തിരിച്ചു കൊടുക്കുക. അതാണ് വേണ്ടുന്നത്. നിങ്ങൾ പൂത്ത പൈസ നിങ്ങളെ അക്കൗണ്ടിനകത്തുണ്ടെന്ന് നല്ല പോലെ അറിയാം. പൂത്ത പൈസ, ആ പൈസ എന്നുള്ളൊരു ഇത് കാരണം നിങ്ങൾക്ക് ആർത്തി പിടിച്ച് നിങ്ങൾക്ക് ഭ്രാന്തായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം എക്സ്ക്ലൂസീവ് കണ്ടന്റുമായിട്ട്, നമുക്കറിയാം എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. തുണി അഴിച്ചുള്ള ഡാൻസ്, തുണി അഴിച്ചുള്ള പാട്ട്, നൃത്തം, ഇതൊക്കെയാണ് ഫോട്ടോസ്, ഇതൊക്കെയാണ് നിങ്ങൾ എക്സ്ക്ലൂസീവ് കണ്ടന്റിലൂടെ 200 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. അല്ലാതെ നിങ്ങളെ പേക്കൂത്ത് കാണണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണണം. നിങ്ങളെ അക്കൗണ്ടിലൂടെ നമുക്ക് കാണണമെന്നില്ല. നിങ്ങളെ പേക്കൂത്തും നിങ്ങളെ ഈ തോന്നിവാസങ്ങളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ തപ്പിക്കഴിഞ്ഞാൽ ഡെയിലി കാണാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നിങ്ങളെ ഈ സബ്സ്ക്രിപ്ഷനൂടെ എടുത്ത് നിങ്ങളെ വീഡിയോ കാണാൻ നടക്കുന്ന വിഡ്ഢികൾ ആരാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും മന്ദബുദ്ധികളാണോ കേരളത്തിലെ ആളുകൾ? ഇവരെ സബ്സ്ക്രിപ്ഷൻ 200 രൂപ കൊടുത്തിട്ട് ഇവർക്ക് മാസം നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇവർ നിങ്ങളെയും ഈ കൊല്ലം സുധിയൊക്കെ വിറ്റ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വിറ്റ് പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മാന്യമായിട്ട് ജീവിക്കാനാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും കിട്ടും. ഒരുപാട് അവസരങ്ങൾ ഇവരെ കയ്യിൽ തന്നെ ഉണ്ട്. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലില്ലേ, ഡെയിലി ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡെയിലി ലൈഫ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ തന്നെ മാസം അതിൽ നിന്ന് തന്നെ ഇവർക്ക് ജീവിക്കാനുള്ള നല്ലൊരു എമൗണ്ട് കിട്ടത്തില്ലേ? അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് അതിൽ തന്നെ ഉണ്ടാക്കാം അല്ലേ? എന്നിട്ട് ഇവരെന്തിനാണ് ഇത് ഇങ്ങനെ നടക്കുന്നത്? അപ്പം ഇവർക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയും അതിൽ നിന്ന് കിട്ടുന്ന റീച്ചുമാണ് ഇവർക്ക് മുഖ്യം ബിഗിലെ, അല്ലാതെ വേറെ ഒന്നുമല്ല.
അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ രേണുസുതിയുമായിട്ടുള്ള ഈ കോണ്ടന്റ് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. ഇവരെ ഈ പരിസരത്തോട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാനിപ്പം ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്ക് ഇത് FBയിൽ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. നേരെ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് DP വരെ മാറ്റിയിട്ടേക്കുന്നു. ഇങ്ങനെ ഒരു അപരാധം പിടിച്ച ഒരു, സത്യം പറഞ്ഞാൽ നാണവും ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ മേടിച്ചിട്ടുള്ള കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ, കുറേ ലിസ്റ്റ് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ചോദിക്ക്, പറഞ്ഞുതരാം. നിങ്ങൾ പൈസ മേടിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും കൊടുക്കാതിരിക്കുന്ന ടീംസുകൾ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവരെയൊക്കെ ലിസ്റ്റ് തരാം. കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ആ പൈസ കൊടുക്കാൻ നോക്ക്. കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ വന്ന് കാണിച്ചു കൂട്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുമ്പോഴത്തേക്ക്, സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുമ്പോഴത്തേക്ക് അതിനെതിരെ സംസാരിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഒരുപാട് ആളുകൾ കാണും. അല്ലെങ്കിൽ മിണ്ടാതെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി മിണ്ടാതിരിക്കുക, മിണ്ടാതെ അവനവൻ്റെ കാര്യം നോക്കി പോവുക. അതാണ് വേണ്ടുന്നത്. നിങ്ങളിതൊക്കെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് റീച്ച് ഉണ്ടാക്കാനും ഈ പറഞ്ഞിട്ടുള്ള ആളുകളെടുത്ത് അത് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് റീച്ചിലോട്ട് എത്തിക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ നടത്തുന്നത്. നല്ല രീതിയിൽ അറിയാം. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എനിക്ക് തോന്നുന്നു നമ്മളെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഇവർ റീസെൻ്റായിട്ട് ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം, ആർട്ട് ഫിലിമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയാണല്ലോ ഇതിലോട്ട് ഇറക്കിയത്. സ്റ്റാർട്ടിങ്ങിലൊരു മറ്റേ ചാന്ത് കുളഞ്ഞൊരു അങ്ങനെയുള്ളൊരു സോങ്ങിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, ദാസേട്ടൻ്റെ കൂടെയാണല്ലോ ഇവർ രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ ഇതും ദാസേട്ടൻ്റെ ഒരു ബുദ്ധിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും രേണുസുതി കുറച്ചെങ്കിലും ഉളുപ്പും നാണോ മാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കടം മേടിച്ചിട്ടുള്ള പൈസകൾ തിരിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിക്കുക. അതുമാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അവരോടൊരു സോറിയെങ്കിലും പറയുക. അതാണ് വേണ്ടത്. ഒരു സോറി പറയുക. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഈ രേണുസുതിയെ പറ്റിയിട്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. See you, good night. അടുത്ത വീഡിയോ പിന്നെ